മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഡക്ക് മപ്പാസാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ താറാവുണ്ട്. ഇത് നന്നായിട്ട് ഉപ്പും പിന്നെ വിനീഗറും കൂടെ വെള്ളത്തിലൊഴിച്ച് അതിനകത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ചുവന്നുള്ളി. ഇതിനകത്ത് ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ചില കറികൾക്കൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ സവോളയെക്കാട്ടി കൂടുതൽ ചുവന്നുള്ളിക്കായിരിക്കും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് ചുവന്നുള്ളി, ഒരു 7 നല്ല എരിവുള്ള മുളകാണ്, പച്ചമുളക്, ഒരു സവോള, നല്ല 2 പീസ് ഇഞ്ചി. പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് നമ്മൾ കുറച്ചേ ചേർക്കത്തുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. 1-ാം പാല് നമ്മൾ കറിയെല്ലാം റെഡി ആയതിനു ശേഷം ഒഴിക്കുന്നതാണ്. 2-ാം പാലിലും 3-ാം പാലും നമ്മൾ ഈ ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അത് ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാവേ. ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് ഈ പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിനകത്ത് ഇടണേ. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. മപ്പാസിനൊരു സ്വല്പം കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. നമ്മളിത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ താറാവിനകത്തോട്ട് ഇതങ്ങ് ചേർക്കണേ. ഈ ജാറിലേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിക്കണം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ അരപ്പതിനകത്തുനിന്ന് ഇങ്ങെടുക്കണം. താറാവിനകത്ത് തന്നെ ഒഴിക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കണേ. കൈ ഇച്ചിരി എരിയും, എന്നാലും സാരമില്ല, ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് എടുക്കുകയാണേ. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിൽ വെച്ച് അങ്ങ് വേവിക്കാനാണ്. അപ്പം ഒരു സ്വല്പം വെള്ളം അതിൻ്റെ ആവശ്യമാണ് കുക്കറിലിട്ട് വേവിക്കുമ്പോഴേ. താറാവല്ലേ, ഒരു സ്വല്പം വേവുണ്ട് ഇതിന്. കുക്കർ വെച്ച് ഒരു 3 വിസിൽ എടുത്താൽ മതി. എന്നിട്ട് ബാക്കി നമ്മൾ മറ്റേ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു ടേസ്റ്റിങ് വരുന്നത്. ഇതിനകത്തൊക്കെ നമ്മൾ കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ആണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണേ. എന്നിട്ടേ നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഈ പൊടി ഉണ്ടല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് വെക്കണേ. നമ്മൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴേ അന്നേരത്തേന് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. കുതിർന്ന് വന്നു കഴിഞ്ഞ് ഇതിട്ട് വഴറ്റുമ്പം ആ ഒരു പൊടി ഇടുന്നതിനെക്കാട്ടി നല്ല ഇങ്ങനെ കുതിർത്ത് വെക്കുന്നതാണ്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ചുവന്നുള്ളി മാത്രം ഇട്ട് വെക്കാൻ പറ്റുവാണെങ്കിൽ ഈ പൊളിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഞാനൊരു സവോളയും കൂടി എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്നുള്ളി തന്നെയാണേലും ചെയ്യുക. അത് കുറച്ച് കൂടുതൽ എടുക്കണം. പക്ഷേ ചുവന്നുള്ളിക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചുവന്നുള്ളി ഇടുന്ന കറിക്കൊക്കെ. ഇപ്പം ബീഫ് കറിയൊക്കെ വെക്കുമ്പോഴാണേലും നമ്മൾ ചുവന്നുള്ളി മാത്രം ഇട്ട് വെച്ച് നോക്കിക്കേ, ഭയങ്കര രുചിയാണ്. നല്ല കള്ളപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത് കേട്ടോ. ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മളെപ്പോഴും പാലപ്പം അല്ലെങ്കിൽ കള്ളപ്പം ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കഴിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ പാലപ്പത്തിൻ്റെയും കള്ളപ്പത്തിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് പോകും ഡക്ക് മപ്പാസ്. ഈസ്റ്ററിന് പ്രത്യേകിച്ച്, ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരു താറാവ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും. താറാവ് റോസ്റ്റ് ആണേലും ഇതുപോലെ മപ്പാസ് ആണേലും എല്ലാം ഒരുപാട് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഡിഷാണ്. നാടൻ താറാവ് കിട്ടാൻ ഒരു വഴിയില്ല. ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ കടുക് വറുത്തിടുക എന്ന് പറയത്തില്ലേ, അതും കൂടെ ചെയ്യുവേ. നെയ്യിൽ കടുക് വറുത്തിട്ടാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാം ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് താറാവ് ഒരു കുക്കറിലിട്ടൊന്ന് ആദ്യം വേവിക്കാം. നമ്മളിവിടെ താറാവ് ഇങ്ങനെ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ എരിവ് അന്നേരം ഈ താറാവിലൊന്ന് പിടിക്കുവേ. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്തെ ആ വെള്ളം ഉൾപ്പെടെ അങ്ങ് ഒഴിച്ചേക്കണം. നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തായിരുന്നു നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരുന്നത് ഇവിടെ. മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ഇടുന്നുള്ളേ.
കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കണം. നോക്കിയിട്ട് അന്നേരം നമുക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ചേർത്താൽ മതിയേ. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനിഗറും കൂടെ ചേർക്കും ഞാൻ. കാരണം ഇതിനകത്ത് നമ്മൾ തക്കാളിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ലേ, അപ്പോൾ വിനിഗറാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 3 വിസിൽ കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഇത് ബ്രോയിലറാണ് താറാവ്, അതുകൊണ്ട് നമുക്ക് ഈ നാടൻ താറാവിൻ്റെ അത്രയും വേവ് ഇതിന് കാണത്തില്ല കേട്ടോ. ഇനി ഗ്യാസ് കത്തിച്ചു കൊടുക്കും. 3 വിസിൽ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോളയും ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മാത്രം ഒരു സ്വല്പം ഉപ്പിട്ട് വഴറ്റാം. താറാവിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാം. നമ്മുടെ ഉള്ളി ഇവിടെ വളരെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ വീഡിയോ കൂടെ കാണാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇല്ലേ, മുളക് പൊടി നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതിന് ആ ഒരു റെഡ് കളർ വരരുത് മപ്പാസിനെ, അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചില്ലി പൗഡർ കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇത് സിമ്മിലോട്ട് അങ്ങ് വെച്ചേക്കണം ഫ്ലെയിം. എന്നിട്ട് ഈ അരപ്പ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണേ. അതിൻ്റെ ആ പച്ചമണം എല്ലാം മാറണം. സാധാരണ ഞാൻ ഈ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കറികൾക്കകത്ത് ചേർക്കുന്നത്. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാതെ അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരത്തേന് ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറി കിട്ടുവേ. ഇത് സ്വല്പം കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക്. നമ്മൾ അരപ്പൊക്കെ അരച്ചില്ലേ പച്ചമുളകൊക്കെ, അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 3-4 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കണേ. ഈ അരപ്പ് ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് നമ്മളൊരു 4 മിനിറ്റായി വെന്ത് വെച്ചിരിക്കുന്ന താറാവ് അങ്ങ് ചേർക്കാവേ. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുത്തേക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പം തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മളിതിൽ 3 വിസിലേ അടിച്ചിട്ടുള്ളൂ. നാടൻ താറാവാണെങ്കിൽ കുറച്ചുകൂടെ വേവുണ്ട്. ഇത് ബ്രോയിലർ ആയ കാരണം ഒരുപാട് വിസിൽ അടുപ്പിച്ചില്ല. 2-ാം പാലും 3-ാം പാലും ഒഴിച്ച് അതിനകത്ത് കിടന്ന് ഇത് കുറച്ച് വേവണം. എന്നാലേ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ ഇറച്ചിക്കകത്തോട്ട് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഫുൾ അങ്ങ് വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും രുചി വരത്തില്ല. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിച്ചിരി കുറവാണ്. നമ്മൾ ആദ്യം തൊട്ടേ കുറേശ്ശേ ഉപ്പ് എടുത്തുള്ളായിരുന്നു. കാരണം കൂടിപ്പോയാൽ ഒരു സുഖമില്ല. അതുകൊണ്ടാണ്. മപ്പാസിനകത്ത് ചിലർ ഒരു പൊട്ടറ്റോ ഒക്കെ അഴിഞ്ഞിടും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും പൊട്ടറ്റോ ഇട്ടാൽ. ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഈ 2-ാം പാലും 3-ാം പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് ഇതേ കിടന്ന് ഇതൊന്ന് വറ്റി വരണം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ബാക്കി വേവുന്നത് തേങ്ങാപ്പാലിൽ കിടന്ന് വേണം. എന്നാലേ ആ ഒരു ഇറച്ചിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് വെന്തിട്ട് ഈ വെള്ളം കുറച്ചൊന്ന് വറ്റണേ. എന്ന് വെച്ചാൽ മൊത്തം ഗ്രേവി ഉള്ള ഒരു കറിയായത്. കാരണം നമുക്ക് അപ്പത്തിന് കൂട്ടാനുള്ളതല്ലേ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇത് നമ്മളിവിടെ 2-ാം പാലും 3-ാം പാലും ഒഴിച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിന് കുറച്ച് ഗ്രേവി വേണം. അങ്ങ് തീരെ അങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്തത്. അപ്പം ഒന്ന് ചാറെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ആ ഒരു 1-ാം പാലും കൂടെ നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി. ഇനി അധികം നേരം ഒന്നും വെക്കണ്ട. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം പിന്നെ അതേ കിടന്ന് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലേ. നന്നായിട്ടൊന്ന് ആവി വന്ന് നമ്മൾ തിളച്ച കറിയിലോട്ടല്ലേ ഒഴിക്കുന്നത്. അപ്പം തന്നെ അത് നന്നായിട്ടൊന്ന് ചൂടായിക്കോളും. എന്നിട്ട് നമുക്ക് അതൊക്കെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇത് ഇരുന്ന് കുറച്ചൊന്ന് കുറുകും കേട്ടോ. ഇത് കുറച്ച് തൊലിയോട് കൂടിയുള്ള താറാവായത് കേട്ടോ. അപ്പോഴ് അതിനകത്തൊന്നും കൂടെ ഒരു നെയ്മയമൊക്കെ ഇറങ്ങി കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാൻ പോവാണേ. ഇപ്പം തന്നെ തിക്ക് ഗ്രേവിയാണ്. കുറച്ച് നേരം ഇരുന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കറി അങ്ങ് നന്നായിട്ട് ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിട്ടാൽ മതി.
ഇനി അത് ചെയ്യാവേ. നമ്മളൊരു കടായി വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലാണേലും കടുക് വറുത്തിടാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ മപ്പാസിനായ കാരണം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഒഴിച്ചും ചെയ്യാം കേട്ടോ. ഞാൻ ചുവന്നുള്ളി അങ്ങോട്ട് വഴറ്റി കറിവേപ്പിലയായിട്ട് ഇടുന്നത്. ഈ ഉള്ളിയൊക്കെ ഇതിനകത്തൊന്ന് മൂപ്പിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ. ഇത് താളിച്ചില്ലേലും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഉള്ളിയും കൂടെ ഒക്കെ ഒന്ന് താളിച്ചിടുമ്പോഴും അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ചില സമയം ഞാൻ കടുക് വറുത്തിടാറില്ല, പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. നമ്മൾ കറിക്കകത്ത് ഞാൻ കറിവേപ്പില ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ നെയ്ക്കകത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് അങ്ങ് വറുത്തെടുത്ത് അതിനകത്ത് ഇട്ടാൽ മതി. കറിവേപ്പില ആദ്യമേ അങ്ങ് ഇട്ടാലുണ്ടല്ലോ അതിന് വേറൊരു കളറായി പോകും, അങ്ങ് ബ്രൗൺ ആവുക. അതൊരു സുഖമില്ല. ഈ സമയത്തിട്ട് ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും ആയി പോകരുത്. ഈ ഉള്ളി താളിച്ചിടുന്നതേ ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. അന്നേരം ഞാൻ അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. ഇതിൽ കൂടുതൽ അങ്ങനെ അങ്ങൊരു വല്ലാത്തൊരു കളറിലോട്ട് ഇത് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലോട്ട് ചേർത്താൽ മതി. എപ്പോഴും ചെയ്യുന്ന പോലെ സ്വല്പം ഗ്രേവി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല കുറുകിയ ഗ്രേവിയാണ് കണ്ടോ. ഇത് ഇരിക്കുമ്പം കുറേ കൂടെ കുറുകി നല്ല സെറ്റാകും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കേട്ടോ. ഇനി നമുക്കിത് അങ്ങ് അടച്ചു വെക്കാം. കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ കറിയിലോട്ട് തന്നെ ഇറങ്ങണേ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാലപ്പം, കള്ളപ്പം, പത്തിരി, പിന്നെ ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് പോകുന്ന ഒരു കറിയായത് കേട്ടോ. നാടൻ താറാവ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല അതാ കേട്ടോ. അപ്പം നാടൻ താറാവ് ആകുമ്പോൾ കുറച്ചുകൂടെ വേവ് ഉണ്ടാവുമേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.